ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ടൂറാണ്. അപ്പോൾ ഓരോ ബെഡ്റൂമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ള റൂം ടൂർ വീഡിയോ. അതായത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് കാണിക്കാം കേട്ടോ. ഞാൻ കേട്ടനൊക്കെ ഒന്ന് പൊക്കട്ടെ. പിന്നെ നമ്മളൊരു ഹോം ടൂർ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ റിയലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിതൊക്കെ ഒതുക്കി വെക്കണ്ടേ. വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കണ്ടേ. അപ്പം ഈ ഒരു റൂം ടൂർ വീഡിയോ എടുക്കാൻ തന്നെ ഇവിടെ ഇപ്പോൾ പണിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ടൂർ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ആദ്യം ഇത് ക്ലീൻ ആക്കി അടിച്ചു വാരി ഇവിടെയൊക്കെ ഒന്ന് പൊടി തട്ടി. കാരണം പൊടി തട്ടിയിട്ട് കാര്യമില്ല, വീണ്ടും പൊടിയാവും. ഇവിടെയൊക്കെ നമുക്ക് പണികളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ഇവിടെ സെറ്റാക്കിയിട്ടില്ല എപ്പോഴും. നമ്മൾ എന്താ പറയുക, ഇനി ഒരു 1 വീക്ക് എടുക്കും. ഞാൻ ആദ്യം കേട്ടനൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ, ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് ഗാർഡൻ ആണ് കാണുക. ഓക്കെ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. ലൈറ്റ് അത്യാവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ലൈറ്റ് അധികം കണ്ണിൽ കുത്താത്ത ലൈറ്റുകളാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോക്ക് മാത്രമല്ലല്ലോ, ബാക്കിയുള്ളത് നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് ഒരു അധികം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ വെച്ചിട്ടില്ല ബെഡ്റൂംസിലൊന്നും. പിന്നെന്താ, സീലിംഗ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ കേട്ടനൊക്കെ ഒന്ന് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബ്ലൈൻഡ്സ് ആണ് വെച്ചിട്ടുള്ളത് 2 സൈഡിലും. ഇവിടെ ഉണ്ട്. ഇവിടെയും നോക്കുമ്പോൾ നമ്മളെ ഗാർഡൻ ആണ്, പുറത്തത്തെ ഗാർഡൻ ആണ് കാണുക. നല്ല വ്യൂ ആണ് രാവിലെ നോക്കിയാൽ കേട്ടോ. അപ്പം ഈ 2 സൈഡിൽ ബ്ലൈൻഡ്സ് ആണ്. ഇവിടെ നമ്മൾ കേർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേരുകളൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത് നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പം ഇങ്ങനെ കേട്ടൻ നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് കേർട്ടൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വൈറ്റ്, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞല്ലോ, അയ്യോ അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. ഇതാ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാത്തത്, കാരണം നമുക്ക് അറിയാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ കേർട്ടൻ വരുന്നത്. ഇത് നമുക്ക് രാവിലെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാട്ടോ. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഉറക്കം വരുന്ന ഒരു ഫീലുമാണ്. അത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ വരുമ്പോൾ തോന്നുന്നൊരു ഫീലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും തുറക്കട്ടെ, നമുക്ക് ലൈറ്റ് വേണമല്ലോ വീഡിയോക്കായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കേർട്ടന്മേൽ വല്ലാണ്ട് പറയുന്നില്ല. ഇനി ഇവിടെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ മേലുള്ള സീലിംഗ്. ഈ സീലിംഗ് ഞങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റിയൊരു സീലിംഗാണ്. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഇക്കൻ്റെ തറവാട്ടിൽ വീട്ടിൽ മേലെ എന്താണ് തട്ടുന്നില്ല, അങ്ങനെ അതാണ് അവർ പറയുന്ന ഒരു വാക്ക്. അതായത് ആ സീലിംഗ് അങ്ങനെയാണ്, ആ വുഡൻ സീലിംഗ്, പണ്ടത്തെ വീടുകളിലെ സീലിംഗ്. അപ്പോൾ അത് ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ വേണം, അല്ല ഈ താഴത്തെ എല്ലാ ബെഡ്റൂംസിലും അത് വേണം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വേണം എന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കരമാണ്. വെനീറാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ് ആയിരുന്നു. ഈ ഒരു ഇതിന് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചൂട് കുറയും, നല്ലൊരു ലുക്കാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീല് തോന്നണമെങ്കിൽ ഈ ഒരു സീലിംഗ് അടിപൊളിയാട്ടോ. അതിന് അത്യാവശ്യം ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ്സിൻ്റെതും നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് വെച്ച തന്നെയാണ്. പക്ഷെ ഫുള്ള് നമ്മൾ ഇടാറില്ല. എന്താ പറയുക, ലൈറ്റും നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറേ ഈ ലൈറ്റ്സിനൊക്കെ പല പല പേരുകളും പറയാനുണ്ടെന്ന് എനിക്ക് വിശദമായിട്ട് അറിയില്ല. അപ്പം സീലിംഗ് വെനീറാണ്, നല്ല കോസ്റ്റാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അബദ്ധത്തിൽ വന്നതാണ്, പക്ഷെ നമുക്കിഷ്ടമായി. പക്ഷെ കോസ്റ്റ് മാത്രമാണ് ഇവിടെ ഇഷ്യൂ വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇതും ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കേട്ടോ. ഈ ബെഡ്റൂം മാത്രമേ ഇങ്ങനെ ഹൈറ്റിൽ വരുന്നുള്ളൂ ഈ വീട്ടിൽ. പിന്നെ മേലെ റീനുവിൻ്റെ ബെഡ്റൂം, അതും ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല, ഇതിനേക്കാളും കുറച്ച് കുറവുണ്ടാവും. ഓക്കെ, ഇതിൽ എന്താ പറയുക, ഈ വോളിൽ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റിക്കർ ടൈപ്പ് സാധനമാണ്. അതിൻ്റെ പേരെന്താണെന്ന് അതും എനിക്കറിയില്ല. അതും ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ ഹോം ടൂർ മീൻസ് റൂം ടൂർ ചെയ്യുന്നത് എന്നുള്ളത്.
നമ്മളെ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് റൂമൊക്കെ വിശദമായിട്ട് കാണിക്കാൻ. അപ്പം ഇതിൻ്റെ പേരൊക്കെ ഞാൻ വിശദമായിട്ട് ചോദിച്ചിട്ട് ഹോം ടൂർ വീഡിയോയിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ റൂം പരിചയപ്പെടുത്തി തരുവാണ്. പിന്നെ ഹെഡ് ബോർഡ് ഇവിടെ നമ്മൾ സോഫൻ്റെ ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. മജ്ലിസ് സോഫ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ ഹെഡ് ബോർഡ്. ഇത് നമ്മളെ സോഫക്കൊക്കെ വെക്കുന്ന ആ ഒരു കുഷനില്ലേ, അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ബെഡ് വരും, 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡിസൈനും ഞങ്ങളല്ല ഞാൻ പിൻട്രസ്റ്റിൽ എന്തോ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് എന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് പൊടി പിടിക്കരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അത്ര അടുപ്പിച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് സംഭവം. എനിക്ക് പിന്നെ ആ ഒരു ടൈപ്പ് ഉണ്ട്, അതായത് ക്ലീനിങ് ബുദ്ധിമുട്ടുള്ള ഒരെണ്ണം ഇവിടെ വെക്കരുത് ഞാൻ പ്രത്യേകം പറയും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പക്ഷെ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വുഡൻ റീപ്പേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിനൊരു പേര് പറഞ്ഞിരുന്നു നമ്മുടെ ആർക്കിടെക്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, നീ ക്ഷമിക്കുക, ഞാൻ ഹോം ടൂർ വീഡിയോയിൽ വിശദമായിട്ട് പറയാതൊക്കെ കേട്ടോ. അപ്പം ഇതും വുഡാണ്. ഇങ്ങനെ മൊത്തത്തിൽ വുഡ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിനിപ്പം നമ്മൾ ആ ഡിസൈൻ ഈ ഒരു റൂമിൽ മാത്രമാണ് ഇങ്ങനെ വന്നത്. പിന്നെ നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നപ്പോൾ നമ്മൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭംഗി നോക്കണം, എല്ലാ വശവും നമ്മൾ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇവിടെ 2 സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. ഇതിങ്ങനെ വാളിനോട് അറ്റാച്ച് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതും ഹൈറ്റ് കണ്ടോ, ഏറ്റവും താഴേക്കാണ്. പക്ഷെ നമ്മൾ ബെഡിൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്, കുനിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ബെഡിൽ കിടക്കുന്നവർക്ക് ഈസി ആയിട്ടാണ് തോന്നുന്നു ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും 2 രീതിയിൽ നോക്കുമ്പോഴേ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്രയും ലെങ്ത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുക, ഒരു ബേ വിൻഡോ ടൈപ്പിലും ആണ് ഇത് വച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. അങ്ങനെ 2 സൈഡ് ടേബിൾസ് ഉണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഇത് ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് അപ്പുറത്തെ ബാത്റൂമാണ്. അപ്പം ഇവിടെ നമ്മൾ TV നമ്മളെ വീട്ടിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, TV ഉണ്ടോ, എന്താ TV എന്താ വെക്കാത്തതെന്ന്. TV നമ്മൾ വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാലേ ഞാൻ വിചാരിക്കുകയായിരുന്നു എങ്ങാനും നമ്മൾ കുറച്ച് കാലം TV ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു TV കാണുന്ന ഒരു തോട്ട് ഇല്ലാണ്ടായി പോയാലോ വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണം TV കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട്, ആ ഒരു ശീലമുണ്ട്. അപ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് TV കണ്ടിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ശീലമുണ്ട്. എനിക്കുണ്ട് ആ ശീലം. അപ്പം എന്നെ തന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പം തൽക്കാലം നമുക്ക് TV വേണ്ട, TV ഇല്ലാണ്ട് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. അതുകൊണ്ട് എന്താണെന്നറിയോ, TV ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി TV ഒന്ന് ഓൺ ആക്കാനുള്ള തോട്ട് വരും. ഇല്ലാത്തതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട്, കുട്ടികളാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുവാണ്, അവർ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിപ്പം TV ഇല്ലാഞ്ഞപ്പോഴാണ് മനസ്സിലായി. അപ്പം ഞാൻ TV മീൻസ് നമ്മൾ ഒരു TV ചെറുത് ഇവിടെ വെക്കണം എന്നുണ്ട്, പ്ലാൻ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ TV ഒന്ന് അകന്ന് നിന്നതിന് ശേഷം വെക്കുമ്പോൾ പിന്നെ നമുക്ക് അത്ര തോന്നൂലല്ലോ. ഓക്കെ, അതിനു വേണ്ടി വെച്ചതാണ് ഈ ഒരു ഇതൊക്കെ. പിന്നെ ഇവിടെ ഇപ്പം വൈഫൈ സെറ്റാക്കിയിട്ടില്ല, വൈഫൈൻ്റെ സൗകര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വയറൊക്കെ ഇവിടെ കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഈ ഭാഗം കാണിക്കാൻ അത്ര താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് പോവാം. ഇവിടെ അത്രയും ഹൈറ്റിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്പേസ് നമ്മൾ വാർഡ്രോബിനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലേക്ക് നമുക്ക് കംഫർട്ടർ സെറ്റ്സ് അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാതെ എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ മേലെ കൊണ്ടുപോയി വെക്കണം. അതായത് ഈ വീട്ടിൽ ആദ്യം ഒരു ഗുഹ, എന്താ പറയുക, ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഗുഹ എന്ന് പറയും നമ്മളെ വീട്ടിൽ ഗുഹ. പക്ഷെ എനിക്കതൊരു സേഫ്റ്റി ആയി തോന്നിയില്ല. അത് ഈ റൂമിലായിരുന്നു. അത് ഞാൻ അടപ്പിച്ചു. അതിന് പകരം ഇത് മതി എന്ന് പറഞ്ഞു, ഇങ്ങനെ ഫുൾ വാർഡ്രോബ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളെ വാർഡ്രോബ്. താഴെ ഇത്ര സ്പേസ് ഉള്ളൂ, മുകളിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സാധനങ്ങളൊക്കെ വെക്കാൻ അതെന്തായാലും മസ്റ്റാണല്ലോ, നമ്മളെല്ലാതും കൂടി ഇതിൽ കുത്തി നിറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെ വാർഡ്രോബ് ഏരിയ. ഇപ്പുറത്ത് നമ്മളെ വാഷ്റൂം വരുന്നുണ്ട്, ബാത്റൂം. പിന്നെ ഇനി ഇവിടെയൊക്കെ സാധനങ്ങൾ വെക്കാനുണ്ട്, നമ്മളെ ഡെക്കോർ പീസസ് ഒക്കെ വെക്കാനുണ്ട്. വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ഇനിയും പണികളുണ്ട്. ബാത്റൂമിൽ ഇനി ടൈലിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ കേർട്ടന്
ഇവിടേക്കുള്ള സീൻ ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. ഓക്കെ, അവിടെ പണി നടക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സൈഡ് വ്യൂ ആണ്, വീടിന്റെ സൈഡിലോട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, ആളുകളുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കടക്കാം. നമ്മളെ മിറർ. ഇപ്പം ഇവിടെ 2 ടേബിളും മീൻസ് 2 ഡ്രോവറും പ്ലസ് മിററാണ് വരുന്നത്. ഈ മിറർ ഉണ്ടല്ലോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ കുട്ടികൾ കാണിച്ചിരുന്നത് താഴെ വരെ ഉണ്ട് കേട്ടോ. താഴെ ആർക്ക് കാണാനെന്നാവോ, ചെറിയ കുട്ടികൾക്ക് കാണാനായിരിക്കും അല്ലേ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് അവർ പറഞ്ഞത്. എന്തായാലും ഒരു ലോങ് മിററാണ് വരുന്നത്. 2 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വീടൊക്കെ ഒന്ന് സെറ്റായിട്ട് വെക്കുകയുള്ളൂ. ഇപ്പം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കൂടി നോക്കണ്ടേ. എന്തായാലും ഒരു 2 വീക്സ് ഒക്കെ എടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മളൊരു റൂമിൽ, നമ്മൾ വീട്ടിൽ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കൊളാബാണ് സംഭവം, എന്നാൽ പോലും ഇതല്ല കേട്ടോ. മാട്രസ് എനിക്ക് കൊളാബായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ലതാവുമോ എന്നുള്ളത്. സ്ലീപ്പ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കൊളാബാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് മാട്രസിലൊന്നും നമ്മൾ അങ്ങനെ വല്ലാണ്ട് മറ്റേ അങ്ങനത്തെ എന്താ പറയുക ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. കാരണം മാട്രസൊക്കെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനുള്ളതാണ്. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവാത്ത മട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ബെസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 100 days ഒരു ട്രയൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 100 ദിവസം നിങ്ങൾ കരുതി നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് തരാം, നമ്മൾ തിരിച്ചെടുക്കും. 100 days കഴിഞ്ഞിട്ട് നിങ്ങളതിൻ്റെ റിവ്യൂ എനിക്ക് പറയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ മാട്രസ് സ്ലീപ്പ് സിങ്ങിൻ്റെ മാട്രസ് ആണ്. ഇതിൽ സ്ലീപ്പ് സിങ് 7 ഉണ്ട്, സ്ലീപ്പ് സിങ് 5 ഉണ്ട് നമുക്ക് തന്നതിൽ കേട്ടോ. 3 മാട്രസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്ലീപ്പ് സിങ് 7ഉം സ്ലീപ്പ് സിങ് 5 ഉണ്ട്. അപ്പം ഇത് രണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇക്കാൻ്റെ ഉമ്മയും എക്കയും 2 പേർക്കും ഒരാൾക്ക് ബാക്ക് പെയിൻ ആണെങ്കിൽ ഒരാൾക്ക് ലെഗ് പെയിൻ ആണ്. അങ്ങനെ പെയിൻ സംബന്ധമായിട്ടുള്ള ഓർത്തോപീഡിക് സപ്പോർട്ടുള്ള മാട്രസ് ആണിത്. പിന്നെ ഒരു കാര്യം റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കത് പറയണം. അതായത് ഈ ഒരു മാട്രസിൽ നമ്മൾ കിടന്നതിന് ശേഷം എന്താ പറയുക, ഉറക്കം തനിയെ വരുന്നുണ്ട്. അത് നമ്മൾ ക്ഷീണം കൊണ്ട്, അപ്പോൾ നിങ്ങൾ പറയും ക്ഷീണം കൊണ്ടായിരിക്കുന്നത്, അല്ല. എന്താ പറയുക, നല്ലൊരു കംഫർട്ടബിൾ ആണ് അത് കിടക്കുമ്പോൾ. അത് ഞാൻ ഇതുവരേക്കും അങ്ങനത്തെ ഒരു നല്ലൊരു കംഫർട്ടബിൾ മാട്രസിൽ എനിക്ക് അത്ര പെട്ടെന്ന് ഉറക്കം വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ട്. അതിന് പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. ഇക്ക വരെ അന്നല്ല ഇതുവരേക്കും അതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഉറങ്ങാൻ പറ്റുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാട്രസ്സാണ്. പിന്നെ ഈ ഒരു 100 days ട്രയലും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യണത്. അത് കൊളാബായിട്ട് പറയല്ല, വീണ്ടും പറയുവാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. സ്ലീപ്പ് സിങ്ങിൻ്റെ മാട്രസ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയും നമ്മളെടുത്ത് തന്നിട്ട് ഇത്രയും ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റിവ്യൂ പറയണത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മാട്രസ് കൊണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്ലീപ്പ് സിങ് മാട്രസിൻ്റെ ബെനിഫിറ്റ്സിലോട്ട് കിടക്കാം. അതായത് ഇതിന് 10 വർഷത്തെ വാറൻറ്റി ഉണ്ട്, 100 ദിവസത്തെ നൈറ്റ് ട്രയൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സിലോട്ട് കിടക്കാം കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫോർ നമ്മൾ ഈ ബാക്ക് പെയിന് അതുപോലെ തന്നെ പോസ്റ്റർ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ് ഈ ഒരു മാട്രസ്. കല്ല് പോലെയല്ല കേട്ടോ മാട്രസ്. അതിൻ്റെ മുകളിൽ നല്ല സുഖമാണ് കിടക്കാൻ. ചില ഓർത്തോപീഡിക് സപ്പോർട്ടുള്ള മാട്രസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിടക്കുന്നത് കാണാം. ഇത് അതുപോലെയല്ല, നല്ല സുഖമാണ് കിടക്കാൻ. എന്നാലോ ബാക്ക് പെയിൻ ഉള്ളവർക്കും പോസ്റ്റർ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് സ്ലീപ്പ് സിങ് 7 ആണ് ഈ ഒരു മാട്രസ്. സ്ലീപ്പ് സിങ് 5ഉം നമ്മളെടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള മാട്രസ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഒരാൾക്ക് തന്നെ ഇതിങ്ങനെ പൊക്കാനും പറ്റും. ചില മാട്രസൊക്കെ നമുക്ക് പൊക്കാൻ ഭയങ്കര പാടല്ലേ, അതിന് 2 ഹോൾഡറും കൂടി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് തന്നെ ഇത് പൊക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ 2 പേരോ അല്ലെങ്കിൽ 3 പേരൊക്കെ കിടക്കുകയാണെങ്കിൽ ഒരാൾ അനങ്ങിയാലും മറ്റേ ആൾക്ക് അത് ബാധിക്കുകയില്ല.
അത്രയ്ക്കും ഇതൊരു 0 മോഷൻ ട്രാൻസ്ഫറാണ് വരുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളത്, ഏറ്റവും ബെസ്റ്റായിട്ട് പറയാനുള്ളത്, ഫേമാണ് ബട്ട് കംഫർട്ടബിൾ ഫീലാണ് കേട്ടോ. ഈ ഒരു മാട്രസ് ബ്രീത്തബിൾ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കവർ കേട്ടോ. പിന്നെ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഈ ഒരു മാട്രസിൽ കിടന്നാൽ തനിയെ ഉറക്കം വന്നോളും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. എപ്പോഴും ഉറക്കത്തിൻ്റെ ഇഷ്യൂസ് വരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ റിയലായിട്ട് പറയുവാണ്, അങ്ങനത്തെ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നമേ വന്നിട്ടില്ല. അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉറക്കക്കുറവുള്ളവർക്ക് അല്ലെങ്കിൽ പോസ്റ്റർ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ, ഓർത്തോപീഡിക് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് ഈ ഒരു മാട്രസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. നമ്മുടെ വീട് പണീൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാണിച്ചു തരാം. വീട് പണിയില്ല, ഹൗസ് വാമിങ് കഴിഞ്ഞ ശേഷമുള്ള നമ്മളെ പണിക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീപ്പ് സിംഗറിൻ്റെ മാട്രസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 വീക്കിൽ മേലെ ഇത് യൂസ് ചെയ്തു. ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല. അതെനിക്ക് കൊളാബായിട്ട് തന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ വെറുതെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാറില്ല. എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് മാത്രമേ ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. ഇത് മാട്രസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. മാട്രസ് കിട്ടില്ലാണ്. ഓക്കെ, ഞാൻ ഇതുവരേക്കും യൂസ് ചെയ്ത മാട്രസുകളിൽ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാട്രസ്സാണ് സ്ലീപ്പ് സിങ്കിൻ്റെ ഈ സ്ലീപ്പ് സിങ്ക് 7. ഓക്കെ, അപ്പോൾ എന്തായാലും മാട്രസ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതുപോലെ സ്ലീപ്പ് സിങ്കിൻ്റെ മാട്രസ് എനിക്ക് ഇങ്ങോട്ടേക്ക് അവർ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവരത് പാക്ക് ചെയ്തിട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സാധാ മാട്രസ് എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അത് ഭയങ്കര ആ പാക്കിങ് നല്ലതായിരുന്നു. എൻ്റെ പാക്കിങ് പൊട്ടിക്കുന്ന സമയത്തുള്ള വീഡിയോസ് ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും പൊട്ടിക്കുമ്പോൾ മീൻസ് അത്രയും കുറച്ച് സ്പേസ് മതി ആ മാട്രസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മാട്രസ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ ഒരു ഡോറിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചൺ ഡോറിൻ്റെത്. അപ്പോൾ കുറേ മെസ്സേജ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഡോർ നല്ല രീതിയിലായിട്ട് തുറന്ന് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോറിന് സേഫ്റ്റി ഈ പട്ടൊക്കെ വെപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു നെറ്റ് പുറത്തേക്കും ഉണ്ട് കേട്ടോ, ഒരു ഗ്രില്ല് പോലെ അതും വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നതിന് താല്പര്യമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ സേഫ്റ്റി ഇഷ്യൂസുള്ളൊന്നും ഞാൻ അങ്ങനെ വല്ലാണ്ട് കാണിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഡോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പുറത്തുള്ളൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ മുറ്റത്ത് ഇതുപോലെ ഷീറ്റ് ഇടുന്നുണ്ട്. അപ്പം ആ ഷീറ്റിൻ്റെ വർക്ക്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയുക അലമ്പായി കിടപ്പാണ്. ഈ ഒരു വർക്ക്സ് ഉണ്ട്. എല്ലാവരും പണിക്കാരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ഞാനിത് ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെയൊക്കെ മൊത്തം സാധനങ്ങളാണ്, ഒക്കെ അങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് സിങ്ക് 7ഉം സ്ലീപ്പ് സിങ്ക് 5 മാട്രസും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പിൻഡ് കമൻറ്റ് ചെക്ക് ചെയ്യുക. അതിൽ ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. അവരുടെ സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതിലേക്കും ബൈ.